എൻ്റെ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധു, അവരുടെ ഭർത്താവ് മരിച്ചു. അവർക്ക് ഒരാണും പെണ്ണുമായി 2 മക്കൾ. മകളെ വിവാഹം ചെയ്തു വിട്ടു. മകൻ എതിർപ്പുകൾ മറികടന്ന് പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അന്നു മുതൽ ആ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവും വാത്സല്യവും നഷ്ടമായി. കൂടുതൽ സ്നേഹവും കരുതലും വിവാഹം കഴിച്ചുവിട്ട മക്കളോടായി. അവർ വിൽപത്രത്തിൽ മകൾക്ക് കൂടുതലും മകന് കുറവുമാണ് എഴുതി വച്ചത്. താമസിയാതെ അമ്മയെ മകൾ തൻ്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. വാർദ്ധക്യസഹജമായ രോഗം അമ്മയെ ആശുപത്രിയിലാക്കി. അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ മകളും മകനും ഇടയ്ക്കിടെ വന്നുപോയിരുന്നു. മരണശേഷം ബോഡിക്ക് വേണ്ടി മകനും മകളും വാശിയായി. കൂടെയുള്ള ബന്ധുക്കൾ തലയിൽ കൈവച്ചു. അവസാനം നാട്ടുകാരുടെ ഇടപെടലിൽ ബോഡി തറവാട്ടിൽ തന്നെ കിടത്തി. അവിടെ മകൻ്റെ വാടക വീട്ടിൽ പന്തലും മറ്റു കാര്യങ്ങളും ഒരുക്കിയിരുന്നു. മരണവീട്ടിൽ ഞാനടക്കം ബന്ധുക്കൾ വന്നു. ബോഡിക്കരികിൽ മകനും ഭാര്യയും മക്കളുമില്ല. അവർ മാറി അപ്പുറത്തെ പറമ്പിലിരിക്കുന്നു. സംസ്കാരത്തിന് മുമ്പ് ഒരു അനുരഞ്ജന നീക്കം നടത്തി നോക്കി. അത് വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചു. സംസ്കാരത്തിലും തുടർന്നുള്ള ശുശ്രൂഷകളിലും മകൻ്റെ കുടുംബം മാറി നിന്നു. അമ്മയുടെ അന്ത്യയാത്രയിലും ഒരുമിക്കാൻ കഴിയാത്ത മക്കൾ. മക്കളെ തൻ്റെ ജീവിതകാലത്ത് 2 തട്ടിലായി കണ്ട ആ അമ്മയുടെ ആത്മാവ് ഇപ്പോൾ വേദനിക്കുന്നുണ്ടാകാം. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും ഒരുമിച്ചത്. കാലം മറക്കാത്ത മുറിവുകൾ ഇല്ലല്ലോ. വചനം ഇങ്ങനെ പറയുന്നു: സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാകുന്നു. നമ്മുടെ ജീവിതകാലത്ത് മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് സ്നേഹത്തിൽ കഴിയുന്നില്ല എങ്കിൽ ദൈവസ്നേഹം എങ്ങനെ അനുഭവിക്കും? ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും?